ഘടോ വാ മൃത്പിണ്ഡോപ്യണുരപി ച ധൂമോഗ്നിരചല പടോ വാ തന്തുർവാ പരിഹരതി കിം ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹതി തരസാ തർക്കവചസാ പദംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീ. ഒരിക്കൽ കൂടി വായിക്കുന്നു. ഘടോ വാ മൃത്പിണ്ഡോപ്യണുരപി ച ധൂമോഗ്നിരചല പടോ വാ തന്തുർവാ പരിഹരതി കിം ഘോരശമനം വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസാ പദംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീ. ഇതിലെ പദമൊക്കെ ഒന്ന് മുറിച്ചു നോക്കണം. ഘടം എന്ന് പറഞ്ഞാൽ കുംഭം, കുടം എന്നുള്ള അർത്ഥമേ ഉള്ളൂ. മൃത്പിണ്ഡം മൺകട്ട എന്ന് പറയും. മൃത് എന്ന് പറഞ്ഞാൽ മണ്ണ എന്നുള്ള, മൃത്പിണ്ഡം മൺകട്ട. അണു ഒരു പദാർത്ഥത്തിലുള്ള ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഘടകമാണ് അണുക്കൾ, അണു. ധൂമം എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, പുക എന്നുള്ള അർത്ഥം. അഗ്നി എന്ന് പറഞ്ഞാൽ അറിയാം, ഫയർ. അചല എന്ന് പറഞ്ഞാൽ പർവ്വതം എന്നുള്ള അർത്ഥം. ഒന്നുകൂടെ നോക്കാം ആ പദത്തിന്റെ അർത്ഥത്തോട്. ഘടോ വാ എന്ന് പറഞ്ഞാൽ കൊടം, കുംഭം എന്നൊക്കെ അർത്ഥം. മൃത്പിണ്ഡം എന്ന് പറഞ്ഞാല് മൺകട്ട. അണു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ ഘടകം. ധൂമം എന്ന് പറഞ്ഞാല് പുക, അഗ്നി, ഫയർ. അചലം എന്ന് പറഞ്ഞാൽ പർവ്വതം. പട എന്ന് പറഞ്ഞാൽ പടോവ എന്ന് പറഞ്ഞാൽ, പട എന്ന് പറഞ്ഞാൽ അത് വസ്ത്രം എന്നുള്ള അർത്ഥമാണ്. തന്തു എന്ന് പറഞ്ഞാൽ നൂല് എന്നുള്ള അർത്ഥമുണ്ട്. പരിഹരതി കിം ഘോരശമനം. ഘോരശമന ദുഃഖങ്ങള്, ഘോരമായിട്ടുള്ള ദുഃഖങ്ങള്. വൃഥാ കണ്ഠക്ഷോഭം വഹസി. കണ്ഠക്ഷോഭം എന്ന് വിചാരിച്ച വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. തർക്കം, വാക്തർക്കം ഒക്കെ പറയാം, സംഭാഷണം. പദാംഭോജം ശംഭോർഭജ. ഭഗവാന്റെ പാദം ഭജിക്കുക, പരം സൗഖ്യം ഉണ്ടാവും എന്ന്. ഇനി എന്താണ് ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ലെങ്കിൽ ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ എന്താണ് നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുവാൻ ഉദ്ദേശിച്ചത്? വിഷയം എന്താണ് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ ശ്ലോകത്തില് നമ്മൾ മനസ്സിലാത്ര വിശാരദന്മാർ അല്ലെങ്കിൽ താർക്കികന്മാര്, വിചക്ഷണന്മാർ, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അങ്ങനെ തർക്കിക്കുന്ന ആൾക്കാര്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് തർക്കിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തർക്കിക്കുമ്പോൾ, തർക്കശാസ്ത്രജ്ഞന്മാര് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് തർക്കിക്കുമ്പോൾ, വാഗ്വാദമൊക്കെ നടത്തുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ അത് ശരിയാണ്, ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് സ്ഥാപിക്കുന്നതിന് പല പല പദങ്ങളും ഉപയോഗിക്കാറുണ്ട്. പല പല പദങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവര് തർക്കം ചെയ്യാറുള്ളത്, അവർ തർക്കിക്കാറുള്ളത്. അപ്പൊ ആ തർക്ക ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കുറെ പദങ്ങള് ഈ ശ്ലോകത്തിലുണ്ട്. നമുക്കറിയാം തർക്കിക്കുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് സൂര്യനും പ്രകാശവും, ഉദാഹരണത്തിന് പറയാം, സൂര്യനും പ്രകാശവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഉണ്ടെങ്കിൽ പ്രകാശം ഉണ്ട്, ഉറപ്പാണ്. സൂര്യൻ ഉണ്ട്, പ്രകാശം ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അല്ലെങ്കിൽ പ്രകാശം ഉണ്ട്, അപ്പൊ നമ്മൾ എന്താ തീരുമാനിക്കേണ്ടത്? സൂര്യൻ നിർബന്ധമായിട്ട് അവിടെ ഉണ്ട് എന്നാ. ഇനി അഗ്നി എടുക്കൂ, ചൂടെടുത്ത് നോക്കൂ. അഗ്നി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂടുണ്ട്. ചൂടുണ്ട് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് അഗ്നിയുടെ സാന്നിധ്യം ഉണ്ട്, അത് ഉറപ്പിക്കണം. അതേമാതിരി ഒരു പദമുണ്ടെങ്കിൽ, വേർഡ് ഉണ്ടെങ്കിൽ അതിന് അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്ത ഒരു പദമില്ല. അപ്പോ അർത്ഥവും
അതേപോലെ തന്നെ വാക്കും. പിന്നെ മൺകുടം, കളിമണ്ണ്, ഇത് തമ്മിൽ ബന്ധമുണ്ട്. കളിമണ്ണിൽ നിന്നാണ് നമുക്ക് മൺകുടം ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ മൺകുടവും കളിമണ്ണും. അതേപോലെ തന്നെ ഒരു വസ്തു എടുത്താൽ അതിന് അണുക്കൾ, അതിനാൽ അതിന്റെ ഏറ്റവും ചെറിയതായിട്ടുള്ള കണികകൾ, അപ്പൊ ഇത് ചേർന്നിട്ടാണ് വസ്തുക്കൾ ഉണ്ടാകുന്നത്, യാതൊരു സംശയവുമില്ല. അപ്പൊ ഇത്തരം ബന്ധത്തെ സാധാരണയ്ക്ക് പറയാ അവിനാഭാവ ബന്ധം എന്നാണ്. അത് പരസ്പരമായിട്ടുള്ള ഒരു ബന്ധമാണത്, പരസ്പരം ആശ്രയിക്കുന്ന ബന്ധമാണ്, പരസ്പരം ഡിപ്പെൻഡന്റ് ചെയ്യുന്ന ആശ്രയമാണത്. അതിനെ അവിനാഭാവ ബന്ധം എന്നാണ് പറയുക. ഇത് തമ്മിൽ ഈ വസ്തുക്കളും വളരെയധികം ബന്ധമുണ്ട്, വിട്ടുപിരിയാനാവാത്ത തരത്തിലുള്ള ബന്ധമാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, വസ്ത്രം, നൂല്, അഭേദ്യമായ ബന്ധമാണ് ഇതിന് തമ്മിൽ. വസ്ത്രം ഉണ്ടാക്കണോ നൂല് വേണം, അല്ലെങ്കിൽ നൂലിൽ നിന്നാണ് വസ്ത്രം ഉണ്ടാകുന്നത്. പടോഹ തന്തുർവ, തന്തു എന്ന് പറഞ്ഞാല് നൂല് എന്നുള്ള, പടം എന്ന് പറഞ്ഞാൽ വസ്ത്രം. ഇത് തമ്മിൽ ബന്ധമുണ്ട്. അതേമാതിരി പർവ്വതം, അഗ്നി, അതുപോലെ തന്നെ പുക. തർക്കശാസ്ത്രജ്ഞർ പറയാ, പർവ്വതത്തിൽ നിന്നും പുക കാണുകയാണെങ്കിൽ, ഒരു പർവ്വതം ഉണ്ട്, അവിടുന്ന് പുക എങ്ങനെ പൊന്തി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും അഗ്നി ഉണ്ട് എന്ന് പറയാറുണ്ട്. കാരണം ഉറപ്പാണ്, അഗ്നി ഉണ്ടോ അവിടെ പുകയുണ്ട് എന്നുറപ്പാ. അത് അനുമാനിക്കാനാണ് തന്റെ അഭിപ്രായങ്ങളെ ശരിയാണ് എന്ന് സ്ഥാപിക്കുവാൻ തർക്കശാസ്ത്രജ്ഞന്മാര് ഉപയോഗിക്കുന്ന പദങ്ങൾ, ഏതാനും പദങ്ങളെ വെച്ചുകൊണ്ടാണ് ആചാര്യസ്വാമികള് ഈ ശ്ലോകം എഴുതിയിരിക്കുന്നത്. ഇതെന്തിനാണ് ഇതൊക്കെ എഴുതിയിരിക്കുന്നത്? അടുത്ത വരിയിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വസ്ത്രവും നൂല് എടുത്തു നോക്കൂ, പർവ്വതം, പുക, അഗ്നിയൊക്കെ എടുത്തു നോക്കൂ. ഇപ്പൊ പർവ്വതത്തിൽ നിന്നും പുക പൊന്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നമ്മൾ അനുമാനിക്കേണ്ടതാണ് അവിടെ തീർച്ചയായിട്ടും അഗ്നിയുണ്ട്, അഗ്നിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന്. ഇപ്പൊ ഇത്തരം വാക്കുകള്, സൂര്യൻ, പ്രകാശം, അഗ്നി, ചൂട്, പദം, വാക്കുകള്, മണ്ണ്, കുടം, അണുക്കള്, വസ്തുക്കള്, പർവ്വതം, പുക, അഗ്നി, അതുപോലെ തന്നെ വസ്ത്രം, നൂല്, ഇത്തരം പദങ്ങള് ആചാര്യസ്വാമികൾ പറയുന്നത് തർക്കശാസ്ത്രജ്ഞന്മാര്, താർക്കികന്മാര്, ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് തർക്കിക്കുന്നവര്, വാഗ്വാദം ചെയ്യുന്നവര് അവരുടെ അഭിപ്രായങ്ങളെ ശരിയാണ് എന്ന് സ്ഥാപിക്കുവാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് എന്നാണ്. ഇതെല്ലാം അപ്പോ ആചാര്യസ്വാമികളുടെ അഭിപ്രായത്തില് ഇനിയാണ് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ തർക്കശാസ്ത്ര സംബന്ധമായിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് വൃഥാ തർക്കിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പടോവാ തന്തുർവാ പരിഹരതിക്കും ഘോരശമനം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തത് കൊണ്ട്, തർക്കിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് ആചാര്യസ്വാമികൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖമായ, പരമമായ ദുഃഖത്തെ, സംസാര സാഗരത്തിൽ പെട്ടുഴലുന്ന നമ്മളുടെ ദുഃഖ ദുരിതങ്ങളെ, വേണ്ട മരണത്തെയൊക്കെ നമുക്ക് ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുമോ എന്നാണ് ആചാര്യസ്വാമികൾ ചോദിക്കുന്നത്. പരിഹരതിക്കും ഘോരശമനം എന്നാണ്. വല്ല ശമനം ഉണ്ടാവുമോ ദുഃഖത്തിന്? ഇല്ല എന്നാണ്, ചോദ്യചിഹ്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് വൃഥാ കണ്ഠക്ഷോഭം വഹസി തരസാ തർക്കവചസാന്ന്. നിങ്ങൾ വെറുതെ ഇങ്ങനെ തർക്കിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ കണ്ഠക്ഷോഭം ചെയ്യേണ്ടുന്ന കാര്യമില്ല. അതിന് പകരം ഇങ്ങനെ ഒരു ആത്യന്തികമായിട്ടൊരു ഉത്തരം കിട്ടാത്തൊരു വിഷയത്തിന്, അല്ലെങ്കിൽ ഈ ഇത്തരം വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താ വേണ്ടത്? ഭഗവാനെ, പരമശിവനെ, മഹാദേവനെ നിങ്ങൾ സ്മരിക്കൂ, ഉപാസിക്കൂ, അതാണ് വേണ്ടത് എന്നാണ് ആചാര്യസ്വാമികള് ഈ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നും കൂടി വിശദമായിട്ട് ആ പദങ്ങളിലേക്കൊന്ന് കടക്കാം. ഘടഹവ, മൃത്പിണ്ഡഃ, അണു, ആപി, ധൂമ, അഗ്നി, അചല, പട, വാ തന്തുവ,
നോക്കി നോക്കൂ, ഘടം എന്ന് പറഞ്ഞാൽ കുടം എന്നുള്ള അർത്ഥമാണ്. മൃത്പിണ്ഡ എന്ന് പറഞ്ഞാൽ മൺകുടം. അണു ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയതായിട്ടുള്ള ഘടകം. അപ്പൊ ഈ ധൂമഹ എന്ന് പറഞ്ഞാൽ പുക എന്നുള്ള സ്മോക്ക്. അഗ്നി ഫയർ ആണ്. അചല എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്. ചലിക്കാത്തത് എന്നാണ് പർവ്വതം എന്നുള്ള അർത്ഥമാണ്. പടഹ എന്ന് പറഞ്ഞാൽ വസ്ത്രം. തന്തു എന്ന് പറഞ്ഞാല് നൂല് എന്നുള്ളതാണ്. ഇങ്ങനെ 8 പദങ്ങള്, തർക്കശാസ്ത്ര സംബന്ധമായിട്ടുള്ള 8 പദങ്ങള് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഘടഹവ, മൃത്പിണ്ഡഹ, അതുപോലെ തന്നെ അണു, ധൂമ, അഗ്നി, അചല, പട, തന്തു, ഇങ്ങനെ 8 പദങ്ങൾ. അടുത്ത വരിയിൽ ചോദിക്കുന്നുണ്ട്, ഘോരശമനം കിം പരിഹരതി. ഈ മൃത്യു തുടങ്ങിയിട്ടുള്ള ഘോരശമനം കിം പരിഹരതി, മൃത്യു തുടങ്ങിയിട്ടുള്ള സംസാര ദുഃഖങ്ങള്, ദുരിത ദുഃഖങ്ങള് ഇത് പരിഹരിക്കുവോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ കുറെ വാഗ്വാദങ്ങൾ നടത്തിയതിനെ കൊണ്ട് നമ്മളുടെ ദുഃഖ ദുരിതങ്ങള്, അതുപോലെ തന്നെ മരണം തുടങ്ങിയിട്ടുള്ള ആ ഘോരമായിട്ടുള്ള നമ്മളെ ദുരിതങ്ങളൊക്കെ ശമിപ്പിക്കുവോ, അതിനൊക്കെ പരിഹാരം ഉണ്ടാവുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് അടുത്ത വരിയിൽ പറയുന്നത് ഹേ സുധി എന്നാണ് പറയുന്നത്. അല്ലയോ ബുദ്ധിമാന്മാരായിട്ടുള്ള ഭക്തന്മാരെ, അല്ലെങ്കിൽ ബുദ്ധിശാലികളെ, ഹേ സുധി, അല്ലയോ ബുദ്ധിശാലികളെ, തർക്കവജസ തരസ വൃഥാ കിം കണ്ഠക്ഷോഭം വഹതി എന്ന് പറഞ്ഞാൽ എന്താ? തർക്കിച്ചത് കൊണ്ട്, അല്ലയോ ബുദ്ധിമാനായവനെ, നിങ്ങള് എന്തിനാണ് തർക്കശാസ്ത്രമായിട്ടുള്ള ഇത് നാക്കിട്ട് അലക്കുന്നത് എന്നൊക്കെ പറയാറില്ല, നാക്കിട്ട് അടിക്കാന്നൊക്കെ പറയാറില്ല. എന്തിനാണ് നിങ്ങള് ഇങ്ങനെ തർക്കശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ച് വെറുതെ കണ്ഠക്ഷോഭം ചെയ്യുന്നത്? അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്നാണ്. നിങ്ങൾ ഇങ്ങനെ പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറേ സമയം ഇങ്ങനെ വൃഥാ കണ്ഠക്ഷോഭം നടത്തിയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. ബുദ്ധിമാന്മാരെ, നിങ്ങൾ എന്താ വേണ്ടത്? ശംഭോഹോ പദാംഭോജം ഭജ. ശംഭുവിന്റെ, പരമശിവന്റെ, മഹാദേവന്റെ പദാംഭോജം, പാദപത്മം. ശംഭോഹോ പദാംഭോജം ഭജ എന്നാണ്. ശംഭുവിന്റെ പദാംഭോജം, ശംഭുവിന്റെ പാദപത്മങ്ങളെ നിങ്ങള് ഭജിക്കുക, പരമമായ സൗഖ്യത്തെ പ്രാപിക്കുക എന്നാണ് അദ്ദേഹം ശ്ലോകത്തിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. മഹാദേവന്റെ പാദപങ്കേരുഹങ്ങളെ, പാദപത്മങ്ങളെ ഭജിക്കുക, അതുവഴി പരമമായ സൗഖ്യത്തെ പ്രാപിച്ചാലും എന്ന് നമ്മളോട് ഉപദേശിക്കുന്നുണ്ട്. അപ്പോ മംഗളമൂർത്തിയായ ആ പരമശിവനെ ഉപാസിച്ചാൽ എല്ലാ സങ്കടങ്ങളും തീരും എന്ന് ആചാര്യസ്വാമികൾ ഭംഗ്യന്തരേണ ഇവിടെ സൂചിപ്പിച്ചു. മംഗളമൂർത്തിയായിട്ടുള്ള പരമശിവനെ, മഹാദേവനെ, ശിവനെ ഉപാസിച്ചാൽ എല്ലാ ദുഃഖങ്ങളും തീരുമെന്ന് നമുക്കറിയാല്ലേ. ആപതി കിം കരണീയം സ്മരണീയം ചരണയുഗളമമ്പായ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ദേവിയെ കുറിച്ച് പഠിക്കുമ്പോ ശാക്തേയ ഉപാസകര് പറയുന്നതാണ് ഈ ശ്ലോകം. ആപതി കിം കരണീയം, ആപത് ഘട്ടത്തില് കരണീയമായിട്ടുള്ളത് എന്താണ്? വളരെയധികം വിഷമം പിടിച്ചിട്ടുള്ള സമയത്ത് കരണീയമായിട്ടുള്ളത് എന്താണ്? ചെയ്യുവാൻ സാധിക്കുന്നത് എന്താണ് ചോദിക്കാണ്. ആപതി കിം കരണീയം, കരണീയമായിട്ടുള്ളത് എന്താണ് ആപത് ഘട്ടത്തില്? സ്മരണീയം ചരണയുഗളമമ്പായ. അവിടെ പറയുന്നു ശാക്തേയര് ഈശ്വരിയുടെ, ദേവിയുടെ പാദപത്മങ്ങളെ സ്മരിക്കുക. ആപതി കിം സ്മരണീയം ചരണയുഗളമമ്പായ, അമ്പയുടെ, ദേവിയുടെ പാദകമലങ്ങളെ സ്മരിക്കുക. ഇവിടെ നമുക്ക് മഹാദേവന്റെ പാദങ്ങളെ സ്മരിക്കുക എന്ന് പറയാം. തസ്മരണം കിങ്കുരുതി, അങ്ങനെയുള്ള ഒരു സ്മരണ എന്താണ്? ഉപാസന. തസ്മരണം കിങ്കുരുതി എന്താണ് നമുക്ക് നേടിത്തരുന്നത്? ബ്രഹ്മാനീതി കിങ്കരീ കുരുതേന. വിഷ്ണുക്കളൊക്കെ നമ്മളുടെ കിങ്കരന്മാരായിട്ട് തീരുന്നു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ശിവനെ ഉപാസിക്കുകയാണെങ്കിൽ ശിവന്റെ അനുഗ്രഹാശിസ്തിനായിട്ട് കാത്തു നിൽക്കുന്ന
മറ്റെല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹാശിസ്സുകൾ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അനാവശ്യ തർക്കങ്ങള്, വാഗ്വാദങ്ങള്, അതുപോലെ തന്നെ സംസാര സാഗരത്തിലെ ഘോരമായ ആപത്തുകൾക്ക് പരിഹാരമാവുകയില്ല എന്ന് സ്ഥാപിക്കുന്നുണ്ട് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ. തർക്കശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് വെറുതെ കാലം കളയാതെ, അവസാനമായിട്ട് അദ്ദേഹം പറയാണ്, തർക്കശാസ്ത്രമൊക്കെ പഠിച്ച് വെറുതെ കാലം കളയാതെ ഭഗവാനെ, പരമേശ്വരനെ സേവ ചെയ്താലാണ് പരമമായ സൗഖ്യം കൈവരിക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹം ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് 6ാമത്തെ ശ്ലോകത്തിലെ സാമാന്യനെയുള്ള പ്രതിപാദ്യ വിഷയം എന്നുള്ളത്. പദവും വളരെ മനോഹരമായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. മൃൽപിണ്ഡം ധൂമമെന്നും ഘടമണുവചലം നൂൽപ്പടം എന്നിവണ്ണം തർക്കിച്ചിട്ടെന്തു നേടാൻ അതുവഴിയകലാ ജന്മ ദുഃഖങ്ങളൊന്നും. നോക്കൂ, മൃത്പിണ്ഡം അത് ഞാൻ പറഞ്ഞു തന്നു, മൺകട്ട എന്ന്. ധൂമം എന്ന് പറഞ്ഞാൽ പുക എന്ന് പറഞ്ഞു. മൃൽപിണ്ഡം ധൂമമെന്നും ഘടമണുവചലം. ഘടം, കുടം, അണു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയതായിട്ടുള്ള കണിക. അചലം എന്ന് പറഞ്ഞാൽ പർവ്വതം. അപ്പൊ ഇതൊക്കെ തർക്കശാസ്ത്ര സംബന്ധമായിട്ടുള്ള പദങ്ങൾ കൊടുത്തിരിക്കുകയാണ്. മൃൽപിണ്ഡം ധൂമമെന്നും ഘടമണുവചലം നൂൽപ്പടം എന്നിവണ്ണം തർക്കിച്ചിട്ടെന്തു നേടാൻ അതുവഴിയകല ജന്മദുഃഖങ്ങളൊന്നും. സൽബുദ്ധേ തർക്കശാസ്ത്രോക്തികളിവ ഉരുവിട്ടൊട്ടു ഖണ്ഡം കെടുത്താതുൽഭുല്ലം ഭോജരമ്യം പരമസുഖദമാം ശംഭുപാദം ഭജിക്കൂ. സൽബുദ്ധേ തർക്കശാസ്ത്രോക്തികളിവ ഉരുവിട്ടൊട്ടു കണ്ഠം കെടുത്താതുൽഭുല്ലം ഭോജരമ്യം പരമസുഖദമാം ശംഭുപാദം ഭജിക്കൂ. മനോഹരമായിട്ടാണ് കൊടുത്തത്.